ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണെങ്കിൽ ഞങ്ങൾ കൊല്ലത്ത് വന്നായിരുന്നു. അന്നേരം അവിടെ ചെന്നപ്പോൾ നമ്മൾ നീണ്ടേറെ ഫിഷ് ഹാർബറിലായിരുന്നു പോയത്. അന്നേരം ഒരു ഉച്ച സമയമൊക്കെ ആയപ്പം നമുക്ക് പതിവ് പോലെ വയറിന് വിശപ്പടിച്ചു. അന്നേരം ഞങ്ങൾ അവിടെ അത് ആൾക്കാരടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന പോലൊരു ഹോട്ടലുണ്ട്, അവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഇങ്ങോട്ട് പോയിരുന്നു. സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ഹാർബറിൽ നിന്ന് കരുനാഗപ്പള്ളിയിലോട്ട് റൂട്ട് പോകുമ്പം ഇടത് സൈഡിൽ കാണുന്ന ശിവ ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അത് മൂന്നായിട്ട് അവർ തിരിച്ച പോലാണ്. ഒരു സൈഡിൽ ഫാമിലി റെസ്റ്റോറൻറ്റ്, അപ്പുറത്തെ സൈഡിൽ ജ്യൂസ് ബേക്കറി പോലുള്ളത്, പിന്നെ നേരെ പോകുമ്പോൾ ബീച്ച് ഹോട്ടലിന് വെച്ച് കഴിഞ്ഞാൽ കടലിന്, അതായത് നമ്മൾ കടലിനെ കണ്ടുകൊണ്ട് കടൽക്കാറ്റേറ്റ് നമുക്ക് ഫുഡ് കഴിക്കാം. രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിരിക്കും, നല്ല മനോഹരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ബീച്ചിൻ്റെ സൈഡിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഇതായിരുന്നു. നമ്മൾ കൊല്ലത്ത് വന്നത് ഞങ്ങളുടെ എൻ്റെ അച്ഛനും കുറേ മാമന്മാരും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു തോട്ടം, അതായത് ഒരു വയൽ പോലൊക്കെ, അവിടെ മൊത്തം കാട് പിടിച്ചെടുക്കുമായിരുന്നു. അതെല്ലാം മാറ്റി വാഴക്കൃഷി തുടങ്ങി. അതിന് ചുറ്റും ഇടാൻ പട്ടിയൊന്നും കയറാതെ, പന്നിയൊന്നും കയറാതിരിക്കും വല വാങ്ങിക്കണമായിരുന്നു. അതുമാത്രമല്ല, അമ്മയ്ക്കൊരു PSCയുടെ ഒരു പരീക്ഷയും കൂടെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വന്നപ്പം അമ്മ ഹാളിലായിരുന്നു. ഞങ്ങൾ അന്നേരം ഇവിടെ എല്ലാം കാണാനായിട്ട് വന്നതാണ്. അന്നേരമായിരുന്നു ഹോട്ടലിൽ കയറി എല്ലാം കഴിച്ചത്. ഞങ്ങൾ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിച്ചോറ്, ഞാൻ പറഞ്ഞത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്വന്തം മജീദ് മാമനും പറഞ്ഞത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. മാമൻ എന്തോ ഒരു പ്രത്യേക സ്വഭാവമാണ്. ചിക്കൻ ബിരിയാണി കൊണ്ടുപോയി പറഞ്ഞ് ചട്ടിച്ചോറ് മതിയെന്ന്, ചട്ടിച്ചോറ് കൊണ്ടുപോയി പറഞ്ഞ് പച്ചച്ചോറ് മതിയെന്ന്, പച്ചച്ചോറ് കൊണ്ടുപോയി പറഞ്ഞ് മോരുകറി വേണമെന്ന്. ഒരു വല്ലാത്ത സ്വഭാവമാണ് മാമൻ്റേത്. പിന്നെ അച്ഛൻ പറഞ്ഞത് ചട്ടിച്ചോറാണ്, നന്ദമാമനും പറഞ്ഞത് ചട്ടിച്ചോറാണ്. ഞാൻ ഓൾറെഡി ചട്ടിച്ചോറ് കഴിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ബിരിയാണി മതിയായിരുന്നു. ബിരിയാണി സ്വല്പം ഒന്ന് വെന്തുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. വെന്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൊത്തം ഞാൻ കഴിച്ചില്ല കേട്ടോ, പകുതി അച്ഛനും കൊടുത്തു. ഞാനിപ്പോൾ മുടന്തി കിടക്കാൻ കാരണം എൻ്റെ കാലിനകത്തൊരു മുള്ളടിച്ച് കയറി, അതുകൊണ്ടാണ്. കണ്ടോ, മാമൻ പറഞ്ഞത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പുറത്തേക്ക് ഞാനും ചിക്കൻ ബിരിയാണി കഴിക്കുന്നുണ്ട്. ആ ഗ്ലാസ്സിലിരുന്നത് കൊക്കക്കോളയായിരുന്നേ. കൊക്കക്കോള എനിക്ക് വയറുവേദനയും ഛർദിലും ഒക്കെയാണ് സുഹൃത്തുക്കളെ. ഞാൻ തട്ടിയിട്ട് കഴിക്കുകയാണ്. പീസല്ല ഞാനിങ്ങ് പൊക്കി, ബാക്കി അച്ഛനെടുത്ത് കൊടുത്തു. അതുകൊണ്ട് അവരുടെ ചട്ടിച്ചോറ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. നല്ല വെയിറ്റ് ചെയ്യണം, കാരണം ചട്ടിക്കകത്ത് ചൂട് ചോറൊക്കെ അവർ സെറ്റ് ചെയ്ത് വെക്കണം. മജീദ് മാമൻ്റെ ആദ്യത്തെ പന്തിയാണ് ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി വെന്തോ എന്ന് പറഞ്ഞ് ഹോട്ടലിൽ തിരിച്ചു വെക്കാഞ്ഞ കാര്യമായി. ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കഴിക്കുക. അവരുടെ ചട്ടിച്ചോറ് വന്നു, അതിനകത്ത് എല്ലാം ഉണ്ട്. കൊഞ്ച്, കണവ, ബീഫ്, ചിക്കൻ, മുട്ട, മീൻകറി, ചീനി, അവിയൽ, തോരന് എല്ലാം ഉണ്ട്. ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് മീൻകറിയും എല്ലാം ഉണ്ടായിരുന്നു. ഒരു സദ്യയുടെ ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ചട്ടിച്ചോറ് മതിയായിരുന്നു എന്ന്. ഇതുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പം കുറേ അധികം ഫോളോവേഴ്സും ലൈക്കും ഷെയറും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാ വീഡിയോയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വലയെല്ലാം വാങ്ങിച്ചു. മീനെ മേടിച്ചു. മീൻ നല്ല കിടുക്കാച്ചി മീൻ. അതിനകത്ത് പൂമീൻ എന്ന് പറയുന്നൊരു മീനുണ്ട്, വലിയ മീനാ. അത് കറി വെച്ച് കൂടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ എല്ലിനും തലയ്ക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നീണ്ടാരയിലെ മീൻ നല്ല ഫ്രഷ് മീൻ കൂടെ ആയതുകൊണ്ട് സൂപ്പർ ആയിരുന്നു. കണ്ടേ, മാമൻ നമ്മുടെ ബിരിയാണി മാറ്റിയിട്ട് ചോറ് വാങ്ങിച്ചിട്ടുണ്ട്. ചോറ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള കറിയെല്ലാം വാങ്ങിച്ച്